ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജിത്തു മാധവൻ തിരക്കഥയൊരുക്കിയ ബാലൻ ദ ബോയ് എന്ന സിനിമ ഒരു സാധാരണ ത്രില്ലർ അല്ലാതെ വികാരങ്ങളും ദുരൂഹതയും മനുഷ്യബന്ധങ്ങളും ചേർന്നൊരു അനുഭവമാണ് ഈ ചിത്രം. ഒരു അമ്മയുടെയും മകൻ്റെയും ജീവിതത്തിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അവർ എന്തുകൊണ്ടാണ് നിരന്തരം യാത്ര ചെയ്യുന്നത്? അവർ ആരിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ഈ ചോദ്യങ്ങളാണ് സിനിമയുടെ പ്രധാന കൗതുകം. കഥ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഓരോ നിമിഷവും പ്രേക്ഷകനെ ആകാംക്ഷയിൽ നിർത്തുന്നു. ചിദംബരം തൻ്റെ മുൻ ചിത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയ മാസ് രംഗങ്ങളോ കോമഡിയോ അല്ല, മറിച്ച് നിശബ്ദതയും വികാരങ്ങളും നിറഞ്ഞൊരു സ്ലോ ബേൺ ത്രില്ലറാണ് ഈ സിനിമ. ആദിശേഷൻ ബാലനായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഫർസാന പാലത്തിങ്കൽ അമ്മയുടെ കഥാപാത്രത്തിൽ വളരെ സ്വാഭാവികമായി അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോ തോമസിൻ്റെ കഥാപാത്രവും സിനിമയിൽ ശ്രദ്ധേയമാണ്. ഷൈജു ഖാലിദിൻ്റെ ഛായാഗ്രഹണവും സുജിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതവും സിനിമയുടെ പ്രധാന ശക്തികളാണ്. പല ഫ്രെയിമുകളും മനോഹരമായ ദൃശ്യാനുഭവം നൽകുന്നു. സിനിമയുടെ വേഗത ചിലർക്ക് മന്ദഗതിയായി തോന്നാം. രണ്ടാം പകുതിയിൽ കുറച്ച് ഭാഗങ്ങൾ വലിച്ചു നീട്ടിയതായി അനുഭവപ്പെടാം. ബാലൻ ദ ബോയ് എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയല്ല, എന്നാൽ പതുക്കെ കഥ പറയുന്ന വികാരങ്ങളും ദുരൂഹതയും നിറഞ്ഞ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മികച്ചൊരു അനുഭവമായിരിക്കും. അവസാന ഭാഗം സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. ചില പ്രേക്ഷകർക്ക് രണ്ടാം പകുതിയിൽ ചെറിയ മന്ദത അനുഭവപ്പെടാമെങ്കിലും ക്ലൈമാക്സും ചിത്രത്തിൻ്റെ വൈകാരിക ആഴവും സിനിമ അവസാനിച്ച ശേഷവും മനസ്സിൽ തങ്ങി നിൽക്കും. ബാലൻ ദ ബോയ് ഒരിക്കൽ കണ്ടാൽ മറക്കാൻ കഴിയാത്ത, ചിന്തിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്.